വൈറസ് കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ ന്യൂസുകളുമാണ് നിങ്ങളിപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട്. നമുക്ക് ഈ ഒരു നിപ്പ എന്ന് പറയുന്ന വൈറസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളോട് ഈ ഒരു നിപ്പ വൈറസിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് നിപ്പ വൈറസ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിപ്പ വൈറസിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എൻ്റെ കുട്ടികൾക്ക് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വൈറസ് അല്ലെങ്കിൽ നിപ്പ വൈറസ് എന്ന് പറയുന്നത് കുറച്ച് അപകടകാരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നിപ്പ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പനിയോട് കൂടിയുള്ള ശരീരവേദന, അതായത് നല്ല പനിയും അതിൻ്റെ കൂടെ തന്നെ വളരെയധികം ശരീരം, അതായത് നമ്മുടെ ബോഡി മൊത്തത്തിലുള്ളൊരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതാണ് ഒന്നാമത്തെ രോഗലക്ഷണം എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തലവേദന, ക്ഷീണം, ചുമ, തൊണ്ടവേദന. അതായത് ഈ പനി വരുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെയധികം തലവേദന ഉണ്ടാവുന്നു, അതുപോലെ തന്നെ തൊണ്ടവേദന, ദെൻ ചുമ, ക്ഷീണം, വളരെയധികം ക്ഷീണം ഇങ്ങനെ അനുഭവപ്പെടുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു രോഗലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് അതിനുശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഛർദ്ദിക്കുക, അതുപോലെ തന്നെ നമുക്ക് സ്ഥലകാല ബോധമില്ല, അതായത് നമ്മൾ തീരെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്നൊന്നും അറിയാത്തൊരു സ്ഥലകാല ബോധമില്ലാത്ത ഒരവസ്ഥയാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം മാനസിക വിഭ്രാന്തി, അതുപോലെ തന്നെ അപസ്മാരം അല്ലേ, നമുക്ക് കംപ്ലീറ്റ്ലി ഒരു വിഭ്രാന്തി കാണിക്കുക, ഒരു നോർമൽ അല്ലാതെ ബിഹേവ് ചെയ്യുക, അതുപോലെ തന്നെ അപസ്മാരം പോലെയുള്ള കാര്യങ്ങൾ വരിക, അതൊക്കെ ഇതിൻ്റെ ഈ നിപ്പ എന്ന് പറയുന്ന ഈ ഒരു വൈറസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു രോഗത്തിൻ്റെ രോഗലക്ഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷം നമുക്ക് ബോധക്ഷയം വരെ, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിൽ വളരെയധികം തടസ്സങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടുകയാണ് അല്ലെങ്കിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഒരു രോഗലക്ഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ന്യൂമോണിയ, അതുപോലെ തന്നെ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ വരിക, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള രോഗലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു അസുഖങ്ങൾ എല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരികയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺസൾട്ടേഷൻ വേഗം തന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്കിത് അല്ലെങ്കിൽ ഈ ഒരു നിപ്പ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ. അപ്പം എപ്പോഴും നമ്മൾ വരുന്നതിനേക്കാൾ അതിനെ തടയാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് മിസ് പറയാൻ പോകുന്നത്. ആദ്യം ഒന്നാമത്തെ കാര്യം തന്നെ, നിങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, N95 മാസ്ക് കൃത്യമായിട്ട് നിങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നിപ്പ ബാധിച്ചിട്ടുള്ള ഏരിയ, അതായത് മലപ്പുറം, കോഴിക്കോട് ഏരിയയിലുള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഒരു മാസ്ക് കയ്യിൽ വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും മാസ്ക് എന്തായാലും മക്കളെ നിങ്ങൾ കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആൻഡ് രണ്ടാമത്തത് ശാരീരിക അകലം പാലിക്കുക. അതായത് എപ്പോഴും വേറൊരാളുമായിട്ടുള്ള ഒരു മിനിമം ഡിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ശാരീരിക അകലം നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ കൈകൾ അതായത് നമ്മുടെ കൈകളൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, സോപ്പുകൾ കൊണ്ട് ഇടയ്ക്കിടെ നിങ്ങൾ കഴുകുക. എന്തായാലും ഒരു കുറച്ച് സമയം നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൈകൾ കഴുകുക. അതുപോലെ നിങ്ങൾ സാനിറ്റൈസേഴ്സൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം.
അപ്പോൾ കൈകളൊക്കെ തുടയ്ക്കുന്ന സമയത്തും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെ മരത്തിൽ നിന്നും വീണ് കിടക്കുന്ന പഴങ്ങൾ നമ്മൾ എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മക്കളെ നിങ്ങൾ ശ്രമിക്കുക. കംപ്ലീറ്റ്ലി നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ എന്താ ഒരിക്കലും നിങ്ങൾ കഴിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പക്ഷിമൃഗാദികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും പഴങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പഴങ്ങൾ കഴിക്കരുത് എന്നല്ല മിസ്സ് പറയുന്നത്, പക്ഷെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കടിച്ചിട്ടുള്ള എന്തെങ്കിലും കൊത്തുകയോ കടിക്കുകയോ ചെയ്തിട്ടുള്ള പഴങ്ങളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. അതൊരിക്കലും നിങ്ങൾ കഴിക്കരുത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ ശ്രമിക്കുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് വവ്വാലടക്കം പക്ഷിമൃഗാദികൾ, ഇപ്പോൾ മിസ്സ് പറഞ്ഞ കാര്യം തന്നെയാണ്. വവ്വാല് അതുപോലെ പക്ഷിമൃഗാദികളൊക്കെ കടിച്ചിട്ടുള്ള പഴങ്ങളൊന്നും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് നല്ലപോലെ ക്ലീനൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും എന്താണ് അല്ലേ, ഇത് മാറാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു കോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ കാണുന്നത് തന്നെയാണ് മിസ്സിന് പറയാനുള്ളത്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. അപ്പം നമുക്കത് വരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രിവെൻഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് ആർക്കും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ന്യൂസുകളിലൊക്കെ 14 years ആയിട്ടുള്ള ഒരു മോൻ അല്ലേ നമ്മളെ വിട്ടു പിരിഞ്ഞു ഈ നിപ്പ എന്ന് പറയുന്ന ഒരു അസുഖം കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നിപ്പ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ആർക്കും ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രമിക്കണം. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഒരുമിച്ച് നമ്മുടെ നിപ്പ എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാം. അപ്പം അതുകൊണ്ട് എൻ്റെ കുട്ടികളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം എടുക്കുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.